ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് താങ്ക് യു എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഒരാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് പകരമായിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നതാണ് താങ്ക് യു എന്നുള്ളത്, അല്ലേ? പക്ഷേ ഓൾവേസ് നമ്മൾ ഈ താങ്ക് യു എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് മടുപ്പായിപ്പോവും. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് താങ്ക് യുവിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റു കുറച്ച് ആൾട്ടർനേറ്റീവ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളതിനൊക്കെയുള്ള കുറച്ച് ആൾട്ടർനേറ്റീവ്സ് പഠിച്ചു. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലേ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് താങ്ക് യു എന്ന് പറയുന്നതിന് പകരം കുറച്ചുകൂടി മോഡേൺ ആയിട്ട് അതെങ്ങനെ പറയാം, താങ്ക് യുവിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് താങ്ക്സ് അ ലോട്ട് എന്നുള്ളതാണ്. ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പറയുന്ന, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ പറയുന്ന ഒരു യൂസേജാണ് താങ്ക്സ് അ ലോട്ട് എന്നുള്ളത്. വെറും താങ്ക് യു അല്ലെങ്കിൽ താങ്ക്സ് എന്ന് പറയുന്നതിനെക്കാട്ടിൽ നന്നായിട്ട് നമുക്ക് എന്ത് പറയാം, താങ്ക്സ് അ ലോട്ട് എന്ന് പറയാം, അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ഹെൽപ്പ്, നിൻ്റെ ഹെൽപ്പിന് വളരെയധികം നന്ദി എന്ന് പറയുന്ന രീതിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ അഡ്വൈസ്, നിൻ്റെ അഡ്വൈസിന് വളരെയധികം നന്ദി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. സോ താങ്ക് യുവിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ആൾട്ടർനേറ്റീവാണ് താങ്ക്സ് എ ലോട്ട് എന്നുള്ളത്. രണ്ടാമതായിട്ട് താങ്ക്സിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു യൂസേജാണ് താങ്ക്സ് എ ടൺ എന്നുള്ളത്. താങ്ക്സ് എ ലോട്ട് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം, താങ്ക്സ് എ ടൺ എന്നുള്ളത് പറയാം. അത് ഒന്നുകൂടി ഇൻഫോർമലാണ്, കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യൂസേജ് തന്നെയാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ നന്ദി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ താങ്ക്സ് എ ടൺ എന്ന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ താങ്ക്സ് എ ടൺ ഫോർ യുവർ സർപ്രൈസ്, സർപ്രൈസ് തന്നതിന് വളരെയധികം നന്ദി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം, താങ്ക്സ് എ ടൺ ഫോർ ദിസ് ഗിഫ്റ്റ്, ഈ ഗിഫ്റ്റിന് വളരെയധികം നന്ദി. ഇങ്ങനെ കുറച്ചധികം നമ്മൾ വളരെയധികം നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂസേജാണ്, ഒരു ടേമാണ് താങ്ക്സ് എ ടൺ എന്നുള്ളത്. രണ്ടാമത്തെ യൂസേജാണ് താങ്ക്സ് എ ടൺ. അടുത്തതായിട്ട് താങ്ക്സ് എ ലോട്ട്, താങ്ക്സ് എ ടൺ എന്നുള്ളതൊക്കെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരെണ്ണമാണ്, മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് താങ്ക്സ് എ മില്യൺ എന്നുള്ളത്. ഇതും വളരെയധികം നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് താങ്ക് യു പറയുന്ന ഒരു രീതിയാണ് താങ്ക്സ് എ മില്യൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലും നമ്മൾ വളരെയധികം നമ്മുടെ റെസ്പെക്റ്റും നന്ദിയും എല്ലാം കൂടി ഒന്നിച്ച് കാണിക്കുന്നതിനാണ് നമ്മൾ താങ്ക്സ് എ മില്യൺ യൂസ് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ താങ്ക്സ് എ മില്യൺ ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് എന്ന് പറയാം, നിൻ്റെ സപ്പോർട്ടിന് വളരെയധികം നന്ദി എന്നുള്ള രീതിയിൽ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, താങ്ക്സ് എ മില്യൺ ഫോർ ദിസ് അഡ്വൈസ് ഓർ ഫോർ ദിസ് സർപ്രൈസ്. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് വളരെയധികം നമ്മുടെ ബഹുമാനത്തോടു കൂടി നമ്മളൊരു നന്ദി പറയുന്നതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് താങ്ക്സ് എ മില്യൺ എന്നുള്ളത്. താങ്ക്സ് എ ടൺ പോലെ തന്നെയാണ് താങ്ക്സ് എ മില്യണും വരുന്നത്. മില്യൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നുകൂടി ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്ട്രാ നമുക്കതിൽ കാണാൻ സാധിക്കും. സോ മൂന്നാമത്തെ യൂസേജാണ് താങ്ക്സ് എ മില്യൺ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ യൂസേജാണ് ഐ റിയലി അപ്രിഷ്യേറ്റ് ഇറ്റ് എന്ന് പറയുന്നത്. ഇവിടെ താങ്ക്സ് എന്നുള്ളൊരു ടേം വരുന്നില്ല, പക്ഷേ ഇതിൻ്റെ അർത്ഥം വരുന്നതും നന്ദി എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഓക്കെ, ഐ റിയലി അപ്രിഷ്യേറ്റ് ഇറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ റിയലി അപ്രിഷ്യേറ്റ് യുവർ ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ ഐ റിയലി അപ്രിഷ്യേറ്റ് യുവർ എഫേർട്ട് എന്ന് പറയാം. ഓക്കെ, നിൻ്റെ സമയത്തിന് വളരെയധികം നന്ദി, അല്ലെങ്കിൽ നിൻ്റെ എഫേർട്ടിന് വളരെയധികം നന്ദി എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. ഐ റിയലി അപ്രിഷ്യേറ്റ് ഇറ്റ് എന്നുള്ളതാണ്. ഇത് കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊളൈറ്റ് ആയിട്ടുള്ളൊരു രീതിയാണ്. നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് താങ്ക് യു പറയുന്നതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐ റിയലി അപ്രിഷ്യേറ്റ് ഇറ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് നാലാമത്തെ യൂസേജ്, ഐ റിയലി അപ്രിഷ്യേറ്റ് ഇറ്റ്. അടുത്ത ഒരു യൂസേജാണ് ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ എന്നുള്ളത്. ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ എന്നുള്ള രീതിയിൽ. ഇത് കുറച്ചുകൂടി സിൻസിയർ ആയിട്ടും പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ താങ്ക് യു പറയുന്നതാണ് ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ എന്നുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യുവർ വേർഡ്സ് മീൻ എ ലോട്ട് ടു മീ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, യുവർ ടൈം മീൻസ് എ ലോട്ട് ടു മീ, നീ സമയം തന്നതിന് നന്ദി, എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. യുവർ ടൈം മീൻസ് എ ലോട്ട് ടു മീ എന്നുള്ളത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദ ഗിഫ്റ്റ് മീൻസ് എ ലോട്ട് ടു മീ
നീ തന്ന ഗിഫ്റ്റ് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്, അതിന് നന്ദി എന്നുള്ളതാണ് വരുന്നത്. സോ ഈ രീതിയിൽ താങ്ക് യു യൂസ് ചെയ്യാതെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു നന്ദി പറയുന്നതിന് യൂസ് ചെയ്യുന്ന യൂസേജാണ് ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ എന്നുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഐ ആം ഗ്രേറ്റ്ഫുൾ. ഐ ആം ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ് താങ്ക് യു എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റത്തെ നമ്മുടെ ഒരു യൂസേജ് എന്ന് പറയുന്നത് ഐ ആം ഗ്രേറ്റ്ഫുൾ എന്നുള്ളത്. ഇത് ഫോർമലായിട്ട് സിൻസിയറായിട്ട് നമ്മൾ പറയുന്ന ഒരു താങ്ക് യു ആണ് ഐ ആം ഗ്രേറ്റ്ഫുൾ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ഹെൽപ്പ്. നിൻ്റെ ഹെൽപ്പിന് വളരെയധികം നന്ദി, ഞാൻ വളരെ സന്തോഷവാനാണ് എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ഹെൽപ്പ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് അഡ്വൈസ്, ഈ അഡ്വൈസിന് നന്ദി എന്നുള്ള രീതിയിൽ. ഓക്കെ, അതുമല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സപ്പോർട്ട്. നിൻ്റെ സപ്പോർട്ടിന് ഞങ്ങളെല്ലാവരും കൂടി നന്ദി പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐ ആം ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ വി ആർ ഗ്രേറ്റ്ഫുൾ, ഈ ഗ്രേറ്റ്ഫുൾ എന്നുള്ള വേർഡ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ താങ്ക് യു എന്ന് പറയുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന മറ്റ് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഓൾവേസ് താങ്ക് യു അല്ലെങ്കിൽ താങ്ക്സ് എന്ന് മാത്രം പറയാതെ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഈ 5 ആൾട്ടർനേറ്റീവ്സും നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. ആൻഡ് നിങ്ങൾ സംസാരിക്കുന്ന കേൾക്കുന്നവർക്ക് യു നോ സംതിങ്, ഇയാൾക്ക് കുറച്ചൊക്കെ അറിയാം, എന്തൊക്കെയോ അറിയാം എന്നുള്ള ഒരു തോട്ട് അവരുടെ മനസ്സിൽ വന്നോളും. സോ അത് നിങ്ങളെ ഒന്നുകൂടി കോൺഫിഡൻ്റ് ആക്കും ആൻഡ് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും സാധിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ്, ഇനി മുതൽ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും താങ്ക് യു അല്ലെങ്കിൽ താങ്ക്സ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇന്ന് പഠിച്ച വേർഡ്സും യൂസ് ചെയ്യാം. സോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് എങ്ങനെയൊക്കെ പല രീതിയിൽ താങ്ക് യു പറയാം എന്നുള്ളതാണ്. സോ ഇതെല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ഞാനതിന് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. Thank you so much for watching this video, and don't forget to subscribe channel and enable the bell icon. Thank you so much.